നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനനായകൻ KS തുടരണം. ഇന്നും വ്യാപക പോസ്റ്ററുകൾ. കെ സുധാകരനെ അനുകൂലിച്ച് കാസർഗോഡ് DCC ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ്. KPCC പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലെക്സിൽ പറയുന്നു. യുദ്ധം ജയിച്ച് മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും ഫ്ലെക്സിലുണ്ട്. സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത്. കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച പോസ്റ്ററുകൾ പതിച്ചു. ജനനായകൻ KS തുടരണമെന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത്. ജീവനെടുത്ത് വൺവേ തെറ്റിച്ചു വന്ന KSRTC ബസ്. തിരുവനന്തപുരത്ത് യുവാവിന് ദാരുണാന്ത്യം. പള്ളിപ്പുറം ബിസ്മി മൻസിലിൽ ആഷിഖാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ബൈക്കും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. അർദ്ധരാത്രി 1 മണിയോടെ പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്തിന് സമീപമായിരുന്നു അപകടം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വൺവേ തെറ്റിച്ചാണ് ബസ് വന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മംഗലപുരം പോലീസ് കേസെടുത്തു. ആഷിഖിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പാക് ആർമി വാഹനം തകർത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. 12 പാക് സൈനികർ മരിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യവെച്ചുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് വൻ പ്രഹരമായി രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങളും. ബലൂച്ച് ലിബറേഷൻ ആർമി പാക് ആർമി വാഹനം തകർത്തുവെന്നാണ് വിവരം. ആക്രമണത്തിൽ 12 പാക് സൈനികർ മരിച്ചു. റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ പാക് സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ബോളാൻ, കച്ച് മേഖലകളിൽ 14 പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് കാരണമായ 2 വ്യത്യസ്ത ആക്രമണങ്ങളിലൂടെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. BLEയുടെ IED ആക്രമണത്തിൽ പാക് സൈന്യത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡർ താരിഫ് ഇമ്രാനും സുബേദാർ ഉമർ ഫാറൂഖും മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ സൈന്യത്തിന്റെ വാഹനം പൂർണ്ണമായും തകർന്നു. വീട്ടിൽ വഴക്കുണ്ടായതിനു പിന്നാലെ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. വയനാട് ജില്ലയിലെ എടവകയിലാണ് സംഭവം. എടവക കടന്നലാട്ടുകുന്ന് മലയക്കുടി വീട്ടിൽ ബേബിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. രാത്രി 11 മണിയോടെ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. ഇതിനിടെ ബേബിയെ മകൻ റോബിൻ ആയുധം ഉപയോഗിച്ച് നെഞ്ചിൽ ആഴത്തിൽ വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബേബിയെ രാത്രി തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മരണം നടന്നത്. എന്നാൽ അത്യാസന്ന നിലയിലായതിനാൽ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇതിനായി ആംബുലൻസ് എത്തിച്ചെങ്കിലും ബേബി മരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മകൻ റോബിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. വത്തിക്കാനിൽ കറുത്ത പുക. കോൺക്ലേവിലെ ആദ്യ റൗണ്ടിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനായില്ല. കർദിനാൾമാരുടെ പേപ്പൽ കോൺക്ലേവിലെ ആദ്യ റൗണ്ടിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ല. സിലിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയാണ് ഉയർന്നത്. 3-ൽ 2 ഭൂരിപക്ഷം നേടാൻ ആർക്കും കഴിഞ്ഞില്ല. 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ട് 2 റൗണ്ടായി നടക്കും. 71 രാജ്യങ്ങളിൽ നിന്ന് വോട്ടവകാശമുള്ള 133 കർദിനാൾമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇറ്റാലിയൻ കർദിനാൾ പിയാട്രോ പരോളിൻ, ഫിലിപ്പിനോ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗിൻ, ഹംഗേറിയൻ കർദിനാൾ പീറ്റർ എർദോ എന്നിവരിൽ ഒരാളാകും പുതിയ മാർപ്പാപ്പ എന്നാണ് സൂചന.